പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയിൽ ഇന്ന് ധാരാളം പ്രശ്നങ്ങളുണ്ട് അല്ലേ? വളരുന്ന ഒരു സഭയേക്കാൾ ഉപരിയായിട്ട് വലിയ പ്രതിസന്ധിയിൽ ആയിരിക്കുന്ന ഒരു സഭയിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. സഭയിൽ വിശുദ്ധരായിട്ടുള്ള മെത്രാന്മാരും വൈദികരും സമർപ്പിതരും അൽമായ പ്രേക്ഷിതരും അൽമായരെല്ലാം ഉണ്ട്. അതൊരു സത്യമാണ്, ഒരു ഭാഗത്തുള്ളൊരു സത്യമാണ്. പക്ഷേ അതുപോലെ തന്നെ സഭയുടെ ഉള്ളിൽ വലിയ പൈശാചിക ശക്തികളും ഉണ്ടെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനാവുന്ന പ്രത്യേക ഒരു കാര്യം. പരിശുദ്ധ സഭയ്ക്ക് ശത്രുക്കളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് പറയാനായിട്ട് പറ്റും, ശത്രുക്കളൊന്നുമില്ല സഭയ്ക്ക്. സഭയുടെ പ്രധാനപ്പെട്ട പ്രശ്നം ശത്രുക്കളല്ല. സഭയുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഞ്ചകരാണ് എന്ന സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലവേദന. ഈ വഞ്ചകർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൂടത്തിൽ നിന്നുകൊണ്ട് പണി തരുന്ന ആൾക്കാർ, കൂടത്തിൽ നിന്നുകൊണ്ട് ചതിക്കുന്ന ആൾക്കാർ. അവർ നമ്മുടെ കൂടെ ഉണ്ടാവും, അവർ നമ്മുടെ ഉള്ളിലുണ്ടാവും. നമ്മുടെ ആ കുടുംബത്തിലായാലും സഭയുടെ ഉള്ളിലായാലും അവർ ഉള്ളിലുണ്ടാവും. അപ്പോൾ അവർ ഈ ഉള്ളിൽ കടന്നുകൊണ്ടാണ് അവർ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അവർ പുറത്തുനിന്ന് വരുന്നവരല്ല, പുറത്തുനിന്ന് വരുന്ന ശക്തികളല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ കൂടെ നിന്ന്, സഭയുടെ ഉള്ളിൽ നിന്ന് സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നത് അവരാണ് ശരിക്കും വഞ്ചകർ. അവരാണ് സഭയുടെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത്. കാര്യം സഭയ്ക്ക് വിശുദ്ധരായിട്ടുള്ള മെത്രാന്മാരും പുരോഹിതന്മാരും സമർപ്പിതരും അൽമായരും അൽമായ പ്രേക്ഷിതരൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും സഭയെ വഞ്ചിക്കുന്ന നേതൃത്വ നിരകളും അതുപോലെ തന്നെ അൽമായരും ഇന്ന് സഭയുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് ഒരു വേദനാജനകമായിട്ടുള്ള വളരെ അസ്വസ്ഥത നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശത്രുക്കളുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുക്കളുണ്ടാകാം, പക്ഷേ ശത്രുക്കൾ ഇന്ന് സഭയ്ക്ക് ഒരു പ്രശ്നമേ അല്ല. അത് സഭയ്ക്കൊരു തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇന്ന് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പള്ളിയോ ധ്യാന കേന്ദ്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആത്മീയ ശുശ്രൂഷാ കേന്ദ്രം പബ്ലിക്കായിട്ട് വന്ന് കത്തിക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ വളരെ ശക്തമായിട്ട് സഭയുടെ ആത്മീയ ശുശ്രൂഷാ മേഖലകളെ തകർക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. മറ്റ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ നമ്മുടെ കേരള കത്തോലിക്ക സഭയിൽ നമ്മുടെ പൊതുവായിട്ടുള്ള ആരാധന ശുശ്രൂഷ കേന്ദ്രങ്ങളിലേക്കൊക്കെ കയറി വന്ന് ആക്രമിച്ച് തല്ലിപ്പൊളിച്ച് അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന ശത്രുതയോടെ നമുക്കെതിരായിട്ട് പെരുമാറുന്ന ആരുമില്ല. ശത്രുക്കളല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചകരാണ്. ഉള്ളിൽ നിന്നുകൊണ്ട് കൂടെ നിന്നുകൊണ്ട് സഭയെ വഞ്ചിക്കുന്ന നേതൃത്വവും ആത്മായ സഹോദരങ്ങളും ആണ് സഭയെ തകർക്കാനായിട്ട്, സഭ ഇല്ലാതാക്കാനായിട്ട് നോക്കുന്ന വലിയ ശക്തികൾ. നമുക്കറിയാം, ഈശോ 12 പേരെ തിരഞ്ഞെടുത്തപ്പോൾ ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിച്ച, ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ വേദന കൊടുത്ത ആളാരെന്നറിയാമോ? വഞ്ചകനായിട്ടുള്ള യൂദാസാണ്. അപ്പോൾ ഓർക്കുക, അന്ന് 12 പേരുടെ ഇടയിൽ പോലും അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കൂടെ നിന്നുകൊണ്ട് വഞ്ചിക്കാനായിട്ടൊരു യൂദാസ് അവിടെ ഉണ്ടായിരുന്നു. ശത്രുക്കളൊന്നും ഈശോയുടെ അടുക്കിലേക്ക് ഡയറക്റ്റായിട്ട് കയറി വന്നിട്ടില്ല. ഈ വഞ്ചകനാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നക്കാരൻ. അന്ന് ഈശോയുടെ ആ കാലഘട്ടത്ത് ശത്രുക്കളെന്ന് പറയുന്ന ആൾക്കാർ ആരൊക്കെയാ? റോമൻ പട്ടാളക്കാർ, റോമാക്കാർ നിയമിച്ച അധികാരികൾ, നിയമജ്ഞര്, ഫരിസേയര്, സദുക്കേയര്, ഇവരാരും ഈശോയുടെ അടുക്കിലേക്ക് നേരിട്ട് വന്ന് മുട്ടിയിട്ടില്ല അല്ലേ? നമുക്കറിയാം. വഞ്ചകനായ യൂദാസിലൂടെയാണ് അവർ ഈശോയുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. യൂദാസാണ് ഈശോയെ കാണിച്ചു കൊടുക്കുന്നത്. യൂദാസാണ് ഈശോയെ 30 വെള്ളിക്കാശിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് സ്പോട്ട് ചെയ്ത് കൊടുക്കുന്നത്, കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നത് യൂദാസാണ്. ഇന്ന് ഇതേ കാര്യം തന്നെ സഭയിൽ നടക്കുന്നുണ്ട്, സഭയുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഓർക്കുക, ശത്രുക്കളല്ല ഇന്ന് സഭാമാതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദന. വഞ്ചകരെയാണ് സൂക്ഷിക്കേണ്ടത്. അവരെ എങ്ങനെ നേരിടണമെന്നാണ് ഈ കാലഘട്ടത്തിൽ സഭ ധ്യാനിച്ച് പഠിക്കേണ്ടത്. ശരിക്കും ഈ വഞ്ചനയെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ബൈബിളിലെ ഈ വഞ്ചനയെ എന്തുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നതെന്നറിയാമോ? ഇത് മനസ്സിലാക്കുമ്പോൾ സഭയുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്ന ശക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുലിഖിതം ഒന്ന് വായിച്ചു നോക്കുക. അവിടെ ആരാണ് വഞ്ചിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ ആരാണ് യഥാർത്ഥ വഞ്ചകനെന്നും ആരാണ് വഞ്ചിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വഞ്ചനയുടെ സോഴ്സ് എവിടെയാണ്, അതിൻ്റെ ഉറവിടം എവിടെയാണ്, വഞ്ചന എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ വചനം ഒന്ന് വായിച്ചു നോക്കുക. ഇവിടെ വചനം പറയാണ്, ആ വലിയ സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അവനോടുകൂടെ അവൻ്റെ ദൂതന്മാരും. അപ്പോൾ സഭയുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്ന ശക്തി ഏതാണെന്ന് മനസ്സിലായില്ലേ? ആ ശക്തി എന്ന് പറഞ്ഞാൽ പൈശാചിക ശക്തിയാണ്, തിന്മയുടെ ശക്തിയാണ്.
ആ തിന്മയുടെ ശക്തിയാണ് ഈ സഭയുടെ ഉള്ളിൽ കടന്ന് കളിക്കുന്ന കളികൾ മുഴുവൻ. ആ തിന്മയുടെ ശക്തിയാണ് ഇന്ന് ചില വൈദികരിലൂടെയും ചില സമർപ്പിതരിലൂടെയും ചില അൽമായരിലൂടെയും സഭയിൽ പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഇതിനെ വെറും ഒരു മാനുഷികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള തമ്മിലടിയോ പ്രശ്നമോ വഴക്കോ ആയിട്ട് മാത്രം കാണരുത്. ഇതൊരു പൈശാചി ശക്തിയാണ്. സാത്താൻ്റെ വലിയൊരു പ്രവർത്തനമാണ് ഇന്ന് സഭയിൽ നടക്കുന്നത്. സാത്താന് പിശാചിന് വളരെ നന്നായിട്ടറിയാം, ഉള്ളിൽ നിന്ന് കളിച്ചാൽ മാത്രമേ സഭയെ തകർക്കാനായിട്ട് പറ്റുള്ളൂ. പുറത്തുനിന്ന് വരുന്നൊരു ശക്തി കൊണ്ട് സഭയെ നേരിട്ട് ആക്രമിക്കാനോ സഭയെ തകർക്കാനായിട്ടോ പറ്റില്ല. ഉള്ളിൽ നിന്നൊരു ശക്തിയെ തിരഞ്ഞെടുത്താൽ മാത്രമേ, ഉള്ളിൽ നിന്നുള്ള വ്യക്തികളെ സാത്താൻ തിരഞ്ഞെടുത്താൽ മാത്രമേ സഭയെ തകർക്കാനായിട്ട് സാത്താന് പറ്റുള്ളൂ. അത് ശരിക്കും അങ്ങനെയാണ്. ഇപ്പോൾ വലിയൊരു കൊട്ടാരം, ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു കള്ളന് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല. പുറത്തെ മതിലുകളൊക്കെ ചാടി ആ കൊട്ടാരത്തിൻ്റെ വാതിലൊക്കെ പൊളിച്ച് ഉള്ളിലേക്ക് കയറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു വഞ്ചകനായിട്ടുള്ള വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വളരെ എളുപ്പത്തിൽ ആ വാതിൽ ഉള്ളിൽ നിന്ന് തുറന്നു കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ തുറന്നു കൊടുക്കുമ്പോൾ പുറത്തുനിന്നുള്ള ശക്തികൾ ഉള്ളിലേക്ക് പ്രവേശിച്ച് ആ കൊട്ടാരത്തെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ കൊട്ടാരത്തെ നശിപ്പിച്ച് കളയും. ഇതുപോലെയാണ് സഭയിൽ ഇന്ന് നടക്കുന്നത്. ഉള്ളിൽ നിന്ന് വാതിൽ തുറന്നു കൊടുത്തിരിക്കുകയാണ്. പുറത്തെ ശക്തികൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ തക്ക വിധത്തിൽ ഉള്ളിൽ നിന്ന് വാതിൽ തുറന്നു കൊടുത്തപ്പോൾ സാത്താൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ വളരെ ശക്തമായിട്ട് സാത്താൻ പ്രവർത്തിക്കുകയാണ്. സഭ ഇന്ന് സ്വർഗരാജ്യത്തിനോ ആത്മാവിൻ്റെ രക്ഷയ്ക്കോ വേണ്ടി പണിയെടുക്കുന്നതിനേക്കാൾ ഒരു 100 ഇരട്ടി ശക്തിയിലും ബുദ്ധിയിലും സാത്താൻ പണിയെടുക്കുന്നുണ്ട് അവൻ്റെ രാജ്യം ഈ ഭൂമിയിൽ ഉണ്ടാകുവാനായിട്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. പൈശാചിക ശക്തികളെ നമുക്ക് എങ്ങനെയാണ് നേരിടാനായിട്ട് പറ്റുക? നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ വിൽ പവർ കൊണ്ടോ നമ്മുടെ വലിയ തീരുമാനങ്ങൾ കൊണ്ടോ ഒന്നും പൈശാചിക ശക്തിയെ നേരിടാനോ അതിനെ ഇല്ലാതാക്കാനായിട്ടോ ഒരിക്കലും പറ്റത്തില്ല. പൈശാചിക ശക്തിയെ നേരിടാനായിട്ട് സാധിക്കണമെങ്കിൽ ദൈവശക്തി വേണം, കർത്താവിൻ്റെ വലിയ ആ പവർ വേണം. അതുണ്ടെങ്കിൽ മാത്രമേ സാത്താനെ ഇല്ലാതാക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം സാത്താൻ മനുഷ്യരെക്കാൾ ശക്തമാണ്, ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും. അതുകൊണ്ട് പൈശാചിക തിന്മയുടെ ശക്തി ഇല്ലാതാക്കണമെങ്കിൽ ദൈവശക്തി വേണം, കർത്താവിൻ്റെ ശക്തി വേണം. പൈശാചിക ശക്തി എങ്ങനെയാണ് ദൈവശക്തി കൊണ്ട് ഇല്ലാതാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് സുവിശേഷത്തിൽ ഉത്തരവുണ്ട്. ഒരിക്കൽ ഈശോയുടെ അടുക്കലേക്ക് ശിഷ്യന്മാർ വലിയ വേദനയോടെ നിരാശയോടെയും കടന്നു വരുന്നുണ്ട്. എന്താണ് പ്രശ്നം അവിടെ? കാരണം അവർക്ക് ചില വ്യക്തികളിലുള്ള തിന്മയുടെ ശക്തിയെ പുറത്താക്കാനായിട്ട് പറ്റിയില്ല. ആ സമയത്ത് ഈശോ അവരോട് പറയുന്നുണ്ട്, പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഈ വർഗം പുറത്തു പോവുകയുള്ളൂ. ചില ബൈബിൾ വിവർത്തനത്തിലെ ഈ പ്രാർത്ഥന എന്ന് മാത്രമല്ല എഴുതിയിരിക്കുന്നത്, അവിടെ ഉപവാസവും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, പ്രാർത്ഥന കൊണ്ടും ഉപവാസവും കൊണ്ടും മാത്രമേ ഈ വർഗം, ഈ തിന്മയുടെ ശക്തി പുറത്തു പോവുകയുള്ളൂ. അപ്പോൾ ഇന്ന് സഭയ്ക്ക് ആത്യന്തികമായിട്ട് സഭയുടെ ഉള്ളിൽ വേണ്ടത് നന്നായിട്ട് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും കഴിവുള്ള, അതിനായിട്ട് പ്രത്യേക വിളി സ്വീകരിച്ചിട്ടുള്ള, അതിനായിട്ട് പ്രത്യേകം കർത്താവ് തിരഞ്ഞെടുക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി അവർ സഭയ്ക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയുള്ള ശക്തികൾ സഭയിൽ നിന്ന് ഇല്ലാതായിട്ട് പോകും. ആ പൈശാചിക ശക്തികളെ സഭയിൽ നിന്ന് ഇല്ലാതാക്കാനായിട്ട് പറ്റും. ചില പ്രശ്നങ്ങളൊക്കെ ഇന്നും സഭയിൽ നിലനിൽക്കുന്നതിനും അത് തീരാതെ ഇരിക്കുന്നതിനും പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? യഥാർത്ഥമായിട്ടുള്ള ഒരു മെത്തേഡിലൂടെ ഇതിനെ നേരിടാനായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. സഭയിൽ ഇന്നത്തെ ചില പ്രശ്നങ്ങളെ മാറുന്നില്ലല്ലോ, ചില പ്രശ്നങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? നല്ല നല്ല തീരുമാനങ്ങളില്ലാതെ പോയതുകൊണ്ടല്ല, എല്ലാം നല്ല ബുദ്ധിശാലികളായിട്ടുള്ള ധൈര്യശാലികളായിട്ടുള്ള നേതൃത്വ നിരകൾ ഇന്ന് സഭയിൽ ഇല്ലാതെ പോയതുകൊണ്ടല്ല. അതിനേക്കാൾ ഉപരി അതും വേണം, പക്ഷേ അതിശക്തമായിട്ടുള്ള പ്രാർത്ഥനയും ഉപവാസവും ചെയ്യാൻ കഴിവുള്ള ഒരു സമൂഹം സഭയിൽ രൂപപ്പെട്ടാൽ പൈശാചിക ശക്തികളെ എന്നേക്കുമായിട്ട് നമ്മുടെ സഭയിൽ നിന്ന് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. സഭ നേരിടുന്ന ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് അതൊരു പരിഹാരവുമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സഭ, ഈശോ സ്ഥാപിച്ച ഈ സഭ കർത്താവിൻ്റെ ഹിതപ്രകാരം നിലനിന്ന് പോകാനായിട്ട്, അത് ഭൂമിയിൽ അതിശക്തമായിട്ട് നിലനിന്ന് പോകാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ സഭയെ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മളായിരിക്കും നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മാർപ്പാപ്പയെ നമുക്ക് സമർപ്പിക്കാം. എല്ലാ മെത്രാന്മാരെയും എല്ലാ വൈദികരെയും എല്ലാ ആത്മായ പ്രേക്ഷിതരെയും സമർപ്പിതരെയും എല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദുഷ്ടാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ജീവിക്കാതെ
പൈശാചിക ശക്തിയുടെ പ്രവർത്തനത്താൽ ജീവിക്കാതെ ദൈവിക ശക്തിയുടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ആദിമ കത്തോലിക്ക സഭയിൽ അപ്പോസ്തല പ്രവർത്തനത്തിൽ കാണുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആ പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് സഭ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മളാകുന്ന സഭയുടെ മേലും നമ്മുടെ മേലും വലിയൊരു കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് സഭയിൽ നമ്മുടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം.